നാട്ടിക ശ്രീനാരായണ കോളേജിൽ പഠിച്ച് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ അരുൺ മോഹനനെയും കമ്പനി സെക്രട്ടറിഷിപ്പ് പാസ്സായ PS കാർത്തികിനെയും കോളേജിൽ അനുമോദിച്ചു. CN ജയദേവൻ MP അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു ജനപ്രതിനിധിയായി കടന്നുവരിക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശയും ആഗ്രഹവുമുള്ള ഒരു കാര്യമാണ്. ഞാൻ ശ്രീനാരായണ കോളേജിൽ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ശ്രീനാരായണ കോളേജിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും അല്ലാത്ത ഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഇടവന്നിട്ടുള്ളൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ വന്നിട്ടുണ്ട് വോട്ട് ചോദിക്കാനായിട്ട്. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വരുമ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ചും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പളുടെ സംസാരത്തിലധികം സൂചിപ്പിച്ചതുപോലെ അത്യുന്നതമായ വിജയങ്ങൾ നേടിയ ഈ സ്ഥാപനത്തിൻ്റെ പ്രോഡക്ട്സ് ആയിട്ടുള്ള രണ്ട് കുട്ടികൾ അവരെ വിളിച്ചിരുത്തി അനുമോദിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭത്തിലൂടെ കടന്നു വരേണ്ടി വന്നതിനുള്ള എൻ്റെ അതീവമായ സന്തോഷം ഒന്നുകൂടി അറിയിക്കുന്നു. ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ C വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. അലുമിനി വൈസ് പ്രസിഡന്റ് PN സുജിന്ത്, PTA വൈസ് പ്രസിഡന്റ് ഉണ്ണിരാജ, PS ശ്രീജിത്ത്, PS ഫിറോസ് എന്നിവരും സംസാരിച്ചു. തൃപ്പയാർ AUP സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും സാമൂഹ്യ തിന്മയ്ക്കെതിരെ എങ്ങനെ പ്രതികരിക്കാം എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് വലപ്പാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ബാബു ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് ഗോപി അധ്യക്ഷത വഹിച്ചു. BRC കോർഡിനേറ്റർ വാണി, വിനു, MPTA പ്രസിഡന്റ് ഷഫീന, പ്രധാനാധ്യാപിക അനിത എന്നിവരും സംസാരിച്ചു. ഈ കുട്ടികളെ മറയാക്കിക്കൊണ്ട് മാഫിയ സംഘങ്ങളായിട്ട് കുട്ടികളിലൂടെ വിൽപ്പനയായിട്ടായാലും മറ്റു കാര്യം ചെയ്തുകൊണ്ട് അവരെ മറയാക്കി ദുരുപയോഗം ചെയ്യുന്ന കാര്യം നിശ്ചയമായും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ രക്ഷിതാക്കൾ കൂടുതൽ ഒരു ശ്രദ്ധ വേണം. അപ്പോൾ അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ആരൊക്കെ കണ്ടത്, കൂട്ടുകാരൊക്കെയാണ്, അത് നിരന്തരം ബന്ധപ്പെട്ടല്ലോ. നമുക്ക് അന്യമായിട്ടൊരാളായിട്ട് അവർ കൂട്ടുകെട്ട് വരുന്നുണ്ടോ, അതെന്തുകൊണ്ട് വരുന്നു, അവരാരാണെന്ന് ശ്രദ്ധ വേണം. കഞ്ചാവുകാർ പോലുള്ള സാധനങ്ങളിൽ നിന്ന് വിൽപ്പന നടത്തുന്ന വിദ്യാർത്ഥികളെ മറയാക്കി നടത്തുന്നത് അവരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഇതിലാണ്. നല്ല വെൽ ഡ്രസ്സിംഗ് ആയിട്ടാണ് അവർ വരുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ട് വരുന്ന ആളുകൾ ഇത് വിൽപ്പനയ്ക്കായിട്ടാണ് വരുന്നത്. ചാവക്കാട് നിന്ന് മറ്റുള്ള ഭാഗങ്ങളിൽ വരുന്നത്. അപ്പോൾ അവർക്ക് മിഠായി കൊടുത്തിട്ടായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും അവരെ സ്വാധീനിച്ചത് നടത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ വേണം. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോഡൈവേഴ്സിറ്റി ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ പ്രൊഫസറും കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ജില്ലാ കോർഡിനേറ്ററുമായ പ്രൊഫസർ EJ വിൻസെന്റ് വൃക്ഷത്തൈ നട്ടാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. പെരിഞ്ഞനം മഹ്മൂദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ക്വാർട്ടർ മത്സരത്തിൽ കടന്ന 8 ടീമുകളെ പ്രതിനിധാനം ചെയ്താണ് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ ബ്രസീൽ ടീം ജേതാക്കളാവുകയും കോസ്റ്റാറിക്ക, അർജന്റീന എന്നീ ടീമുകൾ 2ഉം 3ഉം സ്ഥാനക്കാരാവുകയും ചെയ്തു. പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ട്രോഫികൾ അധ്യാപകരായ ജിസൻ, വിപിൻ ദാസ് എന്നിവർ വിതരണം ചെയ്തു. കായികാധ്യാപകൻ മുഹമ്മദ് ഹനീഫ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. കൃഷിഭവൻ അറിയിപ്പ്. അത്യാധുനിക ശേഷിയുള്ള WET ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ കൈപ്പമംഗലം കൃഷിഭവൻ മുഖേന വിതരണം ചെയ്യുന്നു. താൽപ്പര്യമുള്ള കർഷകർക്ക് കൃഷിഭവനിലോ വാർഡുതല നാളികേര ഉൽപാദക സംഘങ്ങളിലോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. തെങ്ങൊന്നിന് 60 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവൻ ഓഫീസുമായി ബന്ധപ്പെടണം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ കൈപ്പമംഗലം കൃഷിഭവൻ മുഖേന വിതരണം ചെയ്യുന്നു. കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള വള്ളികളാണ് വിതരണം ചെയ്യുക. 25 സെന്റ് കൃഷിഭൂമിയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള കർഷകർ അപേക്ഷയോടൊപ്പം ഈ ആണ്ട് കരമടച്ച രസീത്, ഗുണഭോക്തൃവിഹിതം, ബാങ്ക് അക്കൗണ്ടിന്റെ കോപ്പി എന്നിവ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്നത് ജൂലൈ 15 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവൻ ഓഫീസുമായി ബന്ധപ്പെടണം. വീണ്ടും പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാൾ ആഘോഷിച്ചു. മധുരകം പോലീസ് കെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് യൂണിറ്റ് അനുവദിച്ചു.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.